നമ്മൾ ഇത്രയും നേരം കണ്ടത് നല്ല പച്ചപ്പാടങ്ങളും അതുപോലെ തന്നെ ആമ്പലുകളും താറാവ് കൂട്ടങ്ങളും ഇതൊക്കെയായിരുന്നു. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നോക്കിയത് മഞ്ഞയും പച്ചയും കലർന്ന പായലുകൾ. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത്തരം ഒരു പായൽ, മഞ്ഞ കളറിലെ പായൽ. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കൂളിങ്. ഇനി റെസ്റ്റ് ചെയ്യാൻ തോന്നണം അല്ലേ. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര കാവാലം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലാണ് കാവാലം. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഒരു മനോഹരമായ സ്ഥലമാണ് ഈ കാവാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഇപ്പോൾ കുമരങ്കരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്താ പറയുക, ഒരു ആമ്പൽ വസന്തമാണ് ഇവിടെ കാണുന്നത്. മൊത്തത്തിൽ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ആമ്പലുകൾ. ഇത് കണ്ടില്ലേ, മൊത്തത്തിൽ ആമ്പൽ. ഇപ്പോൾ നമ്മൾ വന്ന വഴിയെല്ലാം ആമ്പലിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഇനി കാവാലം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് കാണാം. അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലെ ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ കാവാലം ചെന്നിട്ട് കാണാം. ഇപ്പോൾ കോട്ടയത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ 21 കിലോമീറ്ററും അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ 33 കിലോമീറ്ററുമാണ് കേട്ടോ ഈ കാവാലത്തേക്കുള്ള ദൂരം. നമ്മളങ്ങനെ കാവാലം എത്തി കേട്ടോ. അപ്പോൾ ഇതുപോലെ കാണുന്ന ഈ ഇടത്തോടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഇതുപോലെ ഒരുപാട് താറാവ് കൂട്ടങ്ങളെ നമുക്ക് ഈ വരുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റി. ഇത് നോർത്തിൽ തന്നെ, കാവാലം നോർത്തിൽ തന്നെ ലിസിയോ ബോട്ട് ജെട്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ ബോട്ടിലും ഇങ്ങോട്ട് വരാം. ഇന്ന് എൻ്റെ കൂട്ടത്തിൽ വൈഫാണ് ധന്യ. അതെ അതെ, ആ. ഇവിടെ ഈ കാവാലം നോർത്തിലെ കാഴ്ചകൾ ഒന്നും പറയാനല്ല കേട്ടോ, ഗംഭീരം തന്നെയാണ്. കായൽ കാഴ്ചകളാണ്. ഇത് ഒരു SWTDയുടെ ബോട്ട് വന്നെടുക്കുകയാണ് ഇവിടെ. ആലപ്പുഴ കൃഷ്ണപുരം അങ്ങനെയാട്ടെ ബോട്ടിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ കൃഷ്ണപുരം പോകുന്ന ബോട്ടാണ് ഈ കാണുന്നത്. ഇത് മൂലശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. കാവാലത്ത് തന്നെ വേറൊരു സ്പോട്ടാണ് മൂലശ്ശേരി. ഈ കാണുന്നതൊക്കെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഈ മാടക്കടകളും അതുപോലെ തന്നെ ഇത് സെറ്റിട്ടേക്കുന്നതാണ്. കള്ള് ഷാപ്പ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ആദ്യരാത്രി മൂവിയിലെ കള്ള് ഷാപ്പാണിത്. ഇക്കരെ വരാവോന്ന് ഒരു ചേച്ചി അപ്പുറത്ത് നിന്ന് വള്ളം വിളിച്ചതാണ്. അപ്പോൾ വള്ളക്കാരൻ പറഞ്ഞു ഇക്കരയിലോട്ട് വരാൻ. ചേച്ചിക്ക് നടക്കാൻ കഴിയില്ല. പഴയ വളരെ പഴക്കം ചെയ്യുന്ന കെട്ടിടങ്ങളാവട്ടെ ഈ കാണുന്നത്. സംഭവം ഇതുണ്ടോ, കുമ്മായക്കെട്ടാണ് ഈ കാണുന്നതൊക്കെ. ഇതുവഴി കയറാൻ പറ്റും. ആ, അപ്പുറത്തെ സൈഡ് അല്ല സ്റ്റെപ്പ്. ഞാനോർത്ത് ഇതുവഴി ഇത് എങ്ങനെ കയറും. ഈ സൈഡായിരുന്നു സ്റ്റെപ്പ്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കൂളിങ്. ഇനി റെസ്റ്റ് ചെയ്യാൻ തോന്നണം അല്ലേ. മാർപ്പാപ്പ, ആമേൻ, ആദ്യരാത്രി, പുല്ലിപ്പുലികളും ആട്ടിൻകുട്ടിയും, കണ്ണെഴുതി പൊട്ടും തൊട്ട്, വെന്നീസിലെ വ്യാപാരി എന്നീ സിനിമകളുടെ എല്ലാം ലൊക്കേഷനാകട്ടെ ഈ കാണുന്നത്.
ഇതാട്ടോ തട്ടാശ്ശേരി ചങ്ങാടക്കടവ്. അതായത് കാവാലത്ത് നിന്ന് തട്ടാശ്ശേരിക്ക് പോകുന്ന ചങ്ങാട സർവീസാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ ചങ്ങാടത്തിൽ കയറി കേട്ടോ. തട്ടാശ്ശേരി ഈ കാവാലം ഭാഗം തന്നെയാണ് തട്ടാശ്ശേരി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ഭാഗത്തായിട്ടുള്ള ചങ്ങാടത്തിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ നമ്മൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകുന്നത് ഈ തട്ടാശ്ശേരി ഭാഗത്ത് വന്നിട്ട് അവിടുന്ന് പുളിങ്കുന്ന് വഴിയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ടത് നല്ല പച്ചപ്പാടങ്ങളും അതുപോലെ തന്നെ ആമ്പലുകളും താറാവ് കൂട്ടങ്ങളും ഇതൊക്കെയായിരുന്നു. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നോക്കിയത് മഞ്ഞയും പച്ചയും കലർന്ന പായലുകൾ. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത്തരം ഒരു പായൽ, മഞ്ഞ കളറിലെ പായൽ. വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാവാലം ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഒന്നൊതുങ്ങിക്കഴി ചെറിയ വരമ്പാണ്. അപ്പോൾ നമ്മൾ കാവാലം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.